ഇന്ന് റിവ്യൂ ചെയ്യാനുള്ളത് മാൻസറ സെദ്രാത് ബോസെ ഇൻറ്റൻസ്. മുൻപ് സെദ്രാത് ബോസെ ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ ഇൻറ്റൻസ് വെർഷനാണിത്. 2021 ഇത് ലോഞ്ച് ചെയ്തത്. അപ്പോൾ സെദ്രാത് ബോസെ എന്ന് പറഞ്ഞ പെർഫ്യൂം ക്രീഡ് അവൻഡസിൻ്റെ DNA വരുന്ന ഒരു പെർഫ്യൂമാണ്. ക്രീഡ് അവൻഡസ് ആണോ എന്ന് ചോദിച്ചാൽ അവൻഡസ് അല്ല, എന്നാൽ അവൻഡസ് അല്ലേ എന്ന് ചോദിച്ചാൽ അവൻഡസ് ആണ് താനും. ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. ക്രീഡും ഒരു നീഷ് ഹൗസാണ്, മാൻസറ ഒരു നീഷ് ഹൗസാണ്. ഈ ഒരു DNA വെച്ചിട്ട് ഒരുപാട് പെർഫ്യൂംസ് ഇറങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ കണ്ടമാനം ക്ലോൺസുകൾ ഇറങ്ങിയിട്ടുണ്ട്. നിഷാന ഹാച്ച്ബാറ്റും പിന്നെ സെദ്രാത് ബോസെ, മോൺബ്ലോങ് എക്സ്പ്ലോറർ, ഇതെല്ലാം ഏകദേശം ഈ ഒരു സെയിം DNA വരുന്നതാണ്. ഇപ്പോൾ സെദ്രാത് ബോസെ ഓൾറെഡി ട്രൈ ചെയ്തുകൊണ്ട് എനിക്കറിയാം, DNA അറിയാം, സ്മെല്ല് അറിയാം. അതും ഇതും തമ്മിലുള്ള വ്യത്യാസം, ഇതിൻ്റെ പെർഫോമൻസ് എങ്ങനെ, ലോങ്ജിവിറ്റി എങ്ങനെയൊക്കെ ഞാൻ പറയാം. ഞാൻ ട്രൈ ചെയ്തു. അപ്പം ആദ്യം തന്നെ എൻ്റെ കയ്യിലിരിക്കുന്ന ടെസ്റ്ററാണ്. ലോട്ട് നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്, 2651 ഇൻറ്റൻസ് വെർഷൻ. സാധാരണ ടെസ്റ്ററിൻ്റെ കാർഡ്ബോർഡ് ബോക്സ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഇതാണ് ബോട്ടിൽ. 120 ml. വാല്യൂ ഫോർ മണിയാണ് ഈ മാൻസറ അതുപോലെ തന്നെ മോണ്ടാലെ ഹൗസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. നമ്മൾ കൊടുക്കുന്ന ഓരോ ചില്ലി കാശിനും അതിനനുസരിച്ചിട്ടുള്ള മൂല്യമുണ്ട്. കട്ടിയുള്ള ക്യാപ്പ്, ജ്യൂസിന് അല്പം മഞ്ഞ നിറമാണ്. ഇൻറ്റൻസ് വെർഷൻ. ക്യാപ്പിൽ മാൻസറയുടെ ലോഗോ കാണാം. ക്യാപ്പ് മാഗ്നറ്റിക് ആണ്. ഇത്രയേ ഉള്ളൂ. ജ്യൂസ് വരെ 120 ml. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇതിൻ്റെ ടോപ്പ് നോട്ട് മെയിൻ അക്കൗണ്ട്സ് എന്ന് പറയുന്നത് വുഡി, സിട്രസ്, അനിമലിക്, വാം സ്പൈസി, ലെതർ, ഫ്രഷ്, ഫ്രൂട്ടി, പൗഡറി, ആംബർ, എർത്തി. ഇനി ഇതിൻ്റെ ടോപ്പ് നോട്ടുകൾ നോക്കാം. ടോപ്പ് നോട്ടിൽ സിസിലിയൻ സിട്രസസ്, ബ്ലാക്ക് കറണ്ട്, സ്പൈസസ്. മിഡിൽ നോട്ട് വരുമ്പോൾ ലെതർ, വൈറ്റ് സാൻഡൽവുഡ്, കംബോഡിയൻ ഊതൊന്നും കിട്ടില്ല കേട്ടോ. പിന്നെ പച്ചുളി, ജാസ്മിൻ. ബേസ് നോട്ടിൽ ആംബർഗ്രീസ്, ഓക്മോസ്, വൈറ്റ് മസ്ക്, വാനില. ട്രൈ ചെയ്യാം. ഞാൻ ഓൾറെഡി ട്രൈ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഏറെക്കുറെ ട്രൈ ഡൗൺ ആയി. ഇവിടെ അടിക്കാം. മാൻസറയുടെ സ്പ്രെയർ നല്ലൊരു സ്പ്രെയറാണ്. ഈ മാൻസറ സെദ്രാത് ബോസയുടെ ഓപ്പണിംഗ് തന്നെയാണ് ഇതിലുള്ളത്. ഇതിൽ സിട്രസ് നോട്ട് ടോപ്പ് നോട്ടിൽ കൊടുത്തിട്ടുണ്ടെങ്കിലും കൂടുതൽ കിട്ടുന്നത് പൈനാപ്പിൾ, പഴുത്ത പൈനാപ്പിൾ അല്ല, പച്ച നിറത്തിലുള്ള പൈനാപ്പിൾ കട്ട് ചെയ്യുമ്പോൾ ഒരു മണം. അതോടൊപ്പം തന്നെ ബ്ലാക്ക് കറണ്ട് എന്നുള്ളൊരു ഫ്രൂട്ടി, ഒരു പുളിപ്പും മധുരവും ചേർന്നിട്ടുള്ള നോട്ട്. പൈനാപ്പിളിൻ്റെ മണവും ബ്ലാക്ക് കറണ്ട് ഫ്രൂട്ടിൻ്റെ മണവും, ഈ രണ്ട് നോട്ടാണ് നിങ്ങൾക്ക് ടോപ്പ് നോട്ടിൽ കിട്ടുക. അതോടൊപ്പം തന്നെ ബാക്ക്ഗ്രൗണ്ടിൽ ചെറിയൊരു സ്പൈസിനെസ് കിട്ടും. വളരെ ഓവർ പവറിംഗ് ആയിട്ടുള്ള സ്പൈസിനെസ് അല്ല, ഒരു ചെറുതായിട്ട് നിങ്ങളെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു കടുപ്പം തോന്നിപ്പിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ടിൽ എന്തോ ഉണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ ചെറുതായിട്ട് സ്പൈസിനെസ് ചേർത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് നല്ല രീതിയിൽ കിട്ടത്തില്ല. ഓപ്പണിംഗ് കിട്ടുന്നത് ഈ പറഞ്ഞ ബ്ലാക്ക് കറണ്ടിന്റെ മണവും പൈനാപ്പിളിന്റെ മണം തന്നെ ആയിരിക്കും കൂടുതൽ കിട്ടുക. പക്ഷെ ശ്രദ്ധിച്ചാൽ ഒരു സ്പൈസി സ്മെല്ല് നമുക്ക് കിട്ടും. അപ്പം ഞാനിത് ആദ്യം ട്രൈ ചെയ്തപ്പോൾ ചിലരൊക്കെ എന്നോട് പറഞ്ഞിരുന്നു ഇതിനകത്ത് ഓറഞ്ചിന്റെ മണമുണ്ട്, അല്ലെങ്കിൽ അതെ ഓറഞ്ചിന്റെ മണം കൂടുതലാണെന്നൊക്കെ പറഞ്ഞു കിട്ടും. പക്ഷെ എനിക്കതൊന്നും കിട്ടിയില്ല. എനിക്ക് ഓറഞ്ചിന്റെ നോട്ടൊന്നും കിട്ടിയില്ല. പക്ഷെ കുറെ കഴിഞ്ഞതിന് ശേഷമാണ് എനിക്ക് ഓറഞ്ചിന്റെ ഒരു മണം നന്നായിട്ട് കിട്ടിയത്. അതൊന്ന് ഡ്രൈ ഡൗണിലേക്ക് വരുമ്പോൾ, ഏകദേശം മിഡിൽ നോട്ട് കഴിഞ്ഞ് ബേസ് നോട്ടിലേക്ക് എത്തുമ്പോൾ ഓറഞ്ചിന്റെ ഒരു തരം സ്മെൽ, ഒരു ക്രീമി സിട്രസി സ്മെല്ലിന്റെ ഒരു നോട്ട് നമുക്ക് വരും. കുറച്ചുകൂടി മസ്കി ആയിട്ടുള്ള വൈറ്റ് മസ്കിന്റെ നോട്ട് ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു മസ്കി, വാനിലിക് ഒപ്പം ഓറഞ്ചിന്റെ ഒരു മണമായിട്ടാണ് കൂടിച്ചേരുന്നത് കിട്ടുന്നത്. ഇതിനകത്ത് ഈ ബ്ലാക്ക് കറണ്ടിന്റെ ആ ഒരു പുളിപ്പുണ്ടല്ലോ, ഒരു പുളിപ്പുള്ള മണം നമുക്കത് ഫീൽ ചെയ്യും. നിങ്ങൾ ട്രൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഒരു പുളിപ്പ് കലർന്ന, നിങ്ങൾ ഇത്രയും ചിന്തിച്ചാൽ മതി, പുളിപ്പുള്ള ഒരു പൈനാപ്പിൾ എടുത്ത് ചെത്തി സ്മെല്ല് ചെയ്യുമ്പോൾ എന്ത് മണം വരും? പുളിപ്പ് നിറഞ്ഞ ഒരു പൈനാപ്പിൾ കട്ട് ചെയ്തിട്ട് സ്മെല്ല് ചെയ്യുമ്പോൾ വരുന്ന മണമാണ് ഇതിൻ്റെ ശരിക്കും പറഞ്ഞ് നമുക്ക് ടോപ്പ് നോട്ടിൽ കിട്ടുന്നത്. ഇനി ഇതേ പൈനാപ്പിളിനൊപ്പം തന്നെ കുറച്ച് ഓറഞ്ചും കൂടി ചെത്തി വെക്കുമ്പോൾ ഒരു മണമായിട്ട് പിന്നീട് മാറും. അപ്പം അതുപോലെ തന്നെ ഇതിനകത്ത് ഈ ബേസ് നോട്ടിലെ ഓക്മോസിൻ്റെയും വൈറ്റ് മസ്കിൻ്റെ ഒക്കെ നോട്ട് ചേർത്തിട്ടുണ്ട്. അപ്പം ഡ്രൈ ഡൗൺ ഞാൻ മാൻസറ സെദ്രാത് ബോസെ വാങ്ങണോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പലരോടും പറയുന്നൊരു കാര്യമാണ്, ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡ്രൈ ഡൗൺ ആണ് മാൻസറ സെദ്രാത് ബോസയ്ക്കുള്ളത്. അടിപൊളി ഡ്രൈ ഡൗൺ ആണ്. ഈ ബേസ് നോട്ടിലേക്ക് എത്തുമ്പോൾ ഒരു യെല്ലോ വൈറ്റ് ഫ്ലോറൽ സ്മെൽ വിത്ത് മസ്കിൻ്റെ ഒരു സ്മെല്ലും കൂടെ ചേർന്ന് ഒരു ഡിവൈൻ ഓറ കിട്ടുന്ന ഒരു മണമാണ് മാൻസറ സെദ്രാത് ബോസിൻ്റെ ഡ്രൈ ഡൗണിൽ. ഏറെക്കുറെ സെദ്രാത് ബോസെ ഉള്ളവർ ഇത് വാങ്ങണമെന്ന് ചോദിച്ചാൽ ഞാൻ പറയും വാങ്ങണ്ടെന്ന് പറയും. നിങ്ങൾക്ക് വലിയ രീതിയിലുള്ള ഡിഫറൻസ് എന്തായാലും തോന്നും. ഏകദേശം 9,000 അല്ലെങ്കിൽ 8,000 രൂപ കൊടുത്ത്, 8,500 അല്ലെങ്കിൽ 9,000 രൂപ കൊടുത്ത് വാങ്ങണോ എന്ന് ചോദിച്ചാൽ വാങ്ങണ്ട. സെദ്രാത് ബോസെ ഉള്ളവർ, സെദ്രാത് ബോസെ വാങ്ങിയിട്ടില്ലാത്തവർ ഇത് വാങ്ങുക. കാരണം ഇത് ഇറങ്ങിയതിന് ശേഷം സെദ്രാത് ബോസെ കുറച്ചും ഡൈലൂട്ട് ചെയ്തിട്ടുണ്ട്, കുറച്ച് റീഫോർമുലേഷൻ അല്ലെങ്കിൽ അത് കുറച്ച് വെള്ളം ചേർത്തവരായിട്ടുണ്ട്. പഴയ ഒരു പെർഫോമൻസ് ഇല്ല. ഇതിന്റെ ഡ്രൈ ഡൗണും ഏറെക്കുറെ ഈ ഡ്രൈ ഡൗണിലേക്ക് ഞാൻ പറഞ്ഞില്ല, ഈ ഒരു ബേസ് നോട്ടിലേക്ക് വരുമ്പോൾ ഇതിന്റെ മണം ഒന്ന് മാറി. ടോപ്പ് നോട്ടിലെ ആ ഒരു പൈനാപ്പിളിന്റെയും ആ ബ്ലാക്ക് കറണ്ടിന്റെ ഫ്രൂട്ടിന്റെ മണമൊക്കെ മാറി, സ്പൈസസ് ഒക്കെ ഒന്ന് പോയി. പിന്നെ ഒരു ഹെർബൽ ഓറഞ്ച് സ്മെല്ല് വരും. അതെനിക്ക് തോന്നുന്നു ഒരു മിഡിൽ നോട്ട് കഴിയാൻ നേരം ആകുമ്പോഴാണ് ഓറഞ്ചിന്റെ നോട്ടും അല്പം ക്രീമി വാനില ആയിട്ടുള്ള ഓറഞ്ചിന്റെ നോട്ടൊക്കെ ചേർന്നിട്ടുള്ള ഒരു മണം വരും. അത് കഴിയുമ്പോൾ വരുന്ന മണം ഈ ഒക്മോസിന്റെ ഒരു സ്മെല്ലായിരിക്കും. ഒരു എർത്തി ഹെർബൽ, ഒരു പുല്ലിന്റെ ഒക്കെ ഒരു മണം, പുല്ലും ഓക്മോസും ഒരു അക്വാട്ടിക് മിനറൽ അക്വാട്ടിക് സ്മെല്ലായിട്ട് ഡ്രൈ ഡൗണിൽ കിട്ടും.
അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ മണം. ഇതിൻ്റെ പെർഫോമൻസ് പറയാം. പെർഫോമൻസ് അടിപൊളി പെർഫോമൻസ്, ഇൻറ്റൻസ് വെർഷനാണ്. അതുകൊണ്ട് തന്നെ ഓൾറെഡി സിദ്ധാർത്ഥ് ബോസയ്ക്ക് പെർഫോമൻസ് ഉണ്ടായിരുന്നു, ഇപ്പോഴത്തേനില്ല. ഇതിന് നല്ല പെർഫോമൻസ് ഉണ്ട്. ഏകദേശം 7-8 മണിക്കൂർ ഒരു ഫ്രഷ് പെർഫ്യൂമിനെ സംബന്ധിച്ച് 7-8 മണിക്കൂർ വരെ, മാക്സിമം 7 മണിക്കൂർ നിങ്ങൾക്ക് ലോങ്ജിവിറ്റി കിട്ടും. പ്രൊജക്ഷൻ 3 മണിക്കൂർ നല്ല പ്രൊജക്ഷൻ ഉണ്ട്, സ്ട്രോങ് ആയിട്ടുള്ള പ്രൊജക്ഷൻ. ആദ്യത്തെ 3 മണിക്കൂർ നേരം സ്ട്രോങ് പ്രൊജക്ഷൻ ഉണ്ട്. റെക്കമെൻഡ് ചെയ്യുന്ന സ്പ്രേ എന്ന് പറയുന്നത് 10 സ്പ്രേ അടിക്കുക, 7 മണിക്കൂർ ലോങ്ജിവിറ്റി, 3 മണിക്കൂർ സ്ട്രോങ് പ്രൊജക്ഷൻ. ഈ 3 മണിക്കൂർ നേരത്തെ പ്രൊജക്ഷൻ എന്ന് പറഞ്ഞാൽ ഇതിനെ പിടിച്ചാൽ കിട്ടത്തില്ല, നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും, ഈ മണം വിട്ടുപോകില്ല, ഉറഞ്ഞിരിക്കും, ഉടുമ്പ് പിടിച്ച പോലെ. ഒരു 3 മണിക്കൂറത്തേക്കുള്ള പ്രൊജക്ഷൻ അന്യായ പ്രൊജക്ഷൻ ആയിരിക്കും. മുറിയിൽ അടിച്ച് കഴിഞ്ഞാൽ അടുക്കളയിൽ മണം എത്തും, ആ രീതിയിൽ പ്രൊജക്റ്റ് ചെയ്യും. ഫ്രഷ് പെർഫ്യൂം ഇഷ്ടപ്പെടുന്നവർ ഡെഫിനറ്റ് ആയിട്ട് ഇത് ട്രൈ ചെയ്യണം. വർത്താണ്, ഒരിക്കലും നിങ്ങളുടെ പൈസ വെറുതെ ആവില്ല. ഫ്രഷ് പെർഫ്യൂം എനിക്ക് ഓഫീസിൽ യൂസ് ചെയ്യണം, എല്ലാ പരിപാടിക്കും. ഓഫീസ് മാത്രമല്ല, കോളേജിൽ യൂസ് ചെയ്യണം, ഓഫീസിലും പാർട്ടി, ക്ലബിങ്, കല്യാണം, അതുപോലെ ചടങ്ങുകൾ, രാത്രിയിൽ യൂസ് ചെയ്യാം. അങ്ങനെ ഏത് സാഹചര്യത്തിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പെർഫ്യൂമാണ്. ഇവൻ ലേഡീസിന് വേണ്ടി ട്രൈ ചെയ്യാൻ പറ്റും. ഗേൾസിന് ഈ പറഞ്ഞ ഫ്രഷ് പെർഫ്യൂം ഇഷ്ടമാണെന്നുള്ള ഫ്രഷ് മണങ്ങളോട് താല്പര്യം ഉണ്ടെങ്കിൽ ഗേൾസിന് ട്രൈ ചെയ്യാം. അത്ര വലിയ ഒരു മസ്കുലിൻ ആയിട്ട് എനിക്ക് തോന്നിയിട്ടൊന്നുമില്ല, ഗേൾസിന് ട്രൈ ചെയ്യാം. പിന്നെ ഇതിന് പറ്റിയ കാലാവസ്ഥ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് പറയണമെന്ന് പറഞ്ഞാൽ ഇതിന്റെ കാലാവസ്ഥ അങ്ങനെ ഒരു കാലാവസ്ഥയും വിഷയമല്ല. ഏറ്റവും നല്ലപോലെ വെയിലുള്ള സമയത്ത് അടിച്ചാൽ കുറെ കൂടി നല്ല രീതിയിൽ പ്രൊജക്ട് ചെയ്യുന്നത് എനിക്ക് മനസ്സിലായത്. അപ്പോൾ വെയിൽ വേണം. പിന്നെ അതുപോലെ തന്നെ ഏത് കാലാവസ്ഥയിൽ യൂസ് ചെയ്യാം കേട്ടോ. മഴ ആയിക്കോട്ടെ, വെയിലായിക്കോട്ടെ, ചൂടുള്ള സമയം ആയിക്കോട്ടെ, എന്താണെങ്കിലും നിങ്ങൾക്ക് ഏത് സാഹചര്യത്തിലും ഏത് സീസണിലും യൂസ് ചെയ്യാം. പിന്നെ ഏത് ഒക്കേഷനും അടിക്കാം, ഏത് പ്രായക്കാർക്ക് യൂസ് ചെയ്യാം, ഏത് പ്രായക്കാർക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ആർക്കെങ്കിലും ഗിഫ്റ്റായിട്ട് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു പെർഫ്യൂം, ഒരാൾക്ക് നല്ലൊരു ഗിഫ്റ്റ് കൊടുക്കണം, ഇച്ചിരി വർത്തായിട്ടുള്ള ഗിഫ്റ്റ് നമ്മൾ ഓർത്തിരിക്കണം. ഈ കൊടുക്കുന്ന ഗിഫ്റ്റ് കൊടുത്തതിന് ശേഷം ഇതൊക്കെ ട്രൈ ചെയ്യുമ്പോൾ നമ്മളൊന്ന് ഓർക്കണം. അങ്ങനെയെങ്കിൽ ഈ ഒരു പെർഫ്യൂം ഞാൻ ഡെഫിനറ്റ് ആയിട്ട് റെക്കമെൻഡ് ചെയ്യുന്നു. എല്ലാ വിധത്തിലും ബ്ലൈൻഡ് ആയിട്ട് വാങ്ങാൻ പറ്റുമെന്ന് വെച്ചാൽ ഞാൻ ഈ പറഞ്ഞ സിദ്ധാർത്ഥ് ബോസെ അല്ലെങ്കിൽ ക്രീഡ് അവൻഡേഴ്സിന്റെ DNA ഇഷ്ടമായിട്ടുള്ളവർ ധൈര്യമായിട്ട് വാങ്ങിച്ചോ, നിങ്ങൾക്ക് വർത്താണ്. കോംപ്ലിമെന്റ് കിട്ടും, ഉറപ്പായിട്ടും കോംപ്ലിമെന്റ് കിട്ടും. കോംപ്ലിമെന്റ് കിട്ടുന്ന DNA ആണ്. എൻ്റെ ഭാഗത്ത് നല്ലൊരു റെക്കമെൻഡേഷൻ ആണ്. കോംപ്ലിമെന്റ് കിട്ടും, എല്ലാ തരത്തിലും നോട്ടീസ് ചെയ്യും. ഇനി ഇതിന്റെ വില എന്ന് പറയുന്നത് ഏകദേശം ഞാൻ വാങ്ങിയ ടെസ്റ്ററാണ്, വലിയ വില ആയില്ല, എങ്കിലും വില ആയിട്ടുണ്ട്. റീറ്റെയിൽ പാക്ക് അറൗണ്ട് എനിക്ക് തോന്നുന്നു 9,000 അടുപ്പിച്ച് വരും, 120 ml. അപ്പോൾ ഇത്രയാണ് ഈ പെർഫ്യൂമിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ ഡെഫിനറ്റ് ആയിട്ട് ട്രൈ ചെയ്യേണ്ട മസ്റ്റ് ബൈ ആയിട്ടുള്ള പെർഫ്യൂമാണ് മാൻസറ സിദ്ധാർത്ഥ് ബോസെ ഇൻറ്റൻസ്.